ഇന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സാമ്പാർ സാദത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇവിടെ കർണാടകയിലൊക്കെ ഇതിനെ ബിസിബേളെ ബാത്ത് എന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ക്യാരറ്റും ബീൻസും നവിൽക്കോസും ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കമും എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരി, ഞാനിപ്പോൾ സോനാ മസൂരി അരി എടുത്തിരിക്കുന്നത്. സോനാ മസൂരിക്ക് പകരം പച്ചരി എടുത്താലും മതി. അതേ കപ്പിന് തന്നെ 1 കപ്പ് തോരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്. പരിപ്പും അരിയും സമം എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായി കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റും ബീൻസും നവിൽക്കോസും തക്കാളിയും ക്യാപ്സിക്കമും പിന്നെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വേകാനും അതിന് വെള്ളം കുറച്ച് കൂടുതൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞപ്പൊടിയും ഉപ്പും നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട് ഒരു 2 സ്പൂണ് എണ്ണയും ചേർത്ത് മൂടി വെച്ച് 2 വിസിലാകാനായിട്ട് വെക്കുക. അപ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാലപ്പൊടി തയ്യാറാക്കുക. ഒരു പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ, കുറച്ച് ഉലുവ, പിന്നെ ഒരു 5-6 കുരുമുളക്, പിന്നെ ഒരു 1/2 സ്പൂണ് ജീരകം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. 1/2 സ്പൂണ് കടലപ്പരിപ്പ്, 1/2 സ്പൂണ് ഉഴുന്നുപരിപ്പ്. ആദ്യമേ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് ബ്രൗൺ കളറായിട്ട് ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടണം. ഇനി സ്ലോ ഫ്ലെയിമിൽ വെക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 1 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് വറ്റൽമുളക്, ഞാനിപ്പോൾ ഒരു 5 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഡ്രൈ കോക്കനട്ട്, ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇനി ഇതിലേക്ക് മല്ലി, 1-2 സ്പൂൺ മല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വറന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ തരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നെയ്യോ എണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമും തക്കാളിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ലൊരു സ്മെല്ല് വരും. ഇപ്പം നമുക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളും ഉണ്ടല്ലോ, അരിയും പരിപ്പും പച്ചക്കറികളൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ കുക്കറൊക്കെ കഴുകി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ സാമ്പാർ സാദം അല്ലെങ്കിൽ ബിസിബേളെ ബാത്ത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കുമ്പോൾ മൂടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചൂടോടെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഇതിന് മുകളിൽ കൂടെ കുറച്ച് നെയ്യും അതുപോലെ ബൂന്തി ഉണ്ടെങ്കിൽ കുറച്ച് ബൂന്തി അല്ലെങ്കിൽ മിക്സർ, കുറച്ച് എരിവുള്ള മിക്സറും കൂടെ തൂക്കി കഴിച്ച് അടിപൊളി.